അപ്പോൾ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലോക്കി വൈറ്റി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം FC മൊബൈൽ കളിക്കാൻ പോവുകയാണ് ഗൈസ്. അത് ലോഡാകും. എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് നോക്കാം. ആദ്യം തന്നെ കുറേ ക്ലെയിം റിവാർഡ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ക്ലെയിം ചെയ്യുമ്പോൾ സമയമാകുമല്ലോ ഗൈസ്. എന്ത് വേണോ എന്തോ കുറേ ക്രിസ്മസ് ഇവൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. 5000 ജെമ്മ് കിട്ടി. ലെവൽ 22 റിച്ച്ഡ് ഗൈസ്. ലെവൽ 22 ആയിരിക്കുകയാണ് ഗൈസ്. ലെവലപ്പ് പാക്ക് 200 ജെമ്മ് കിട്ടി. വീണ്ടും 200 ജെമ്മ് കിട്ടി ഗൈസ്. ഇനിയില്ല ഗൈസ്, ഇനിയുണ്ട് 300 ജെമ്മും കൂടെ, അതും കിട്ടി. ഇനിയും ജെമ്മൊന്നും കിട്ടത്തില്ല ഗൈസ്. ബാക്ക് അടിച്ചു. സ്റ്റാർ പാസ് ഓൺലൈൻ എന്തൊക്കെ പൈസ കൊടുത്തുള്ള കളിയൊന്നുമില്ല ഗൈസ്. അതുണ്ട്. വിൻ്റർ വണ്ടർ ഹോളിഡേ സെയിൽ ഫ്രീ. കുറേ പൈസ കൊടുത്ത കുറേ ഇതുണ്ട് ഗൈസ്. നമ്മളൊന്നും എടുക്കത്തില്ല. ഞാൻ എൻ്റെ അക്കൗണ്ട് ടീം കാണിച്ചു തരാം ഗൈസ്. വലിയ ടീമൊന്നും അല്ല ഗൈസ്. നമ്മളൊക്കെ സുവാരസ് ഉണ്ട്, ക്വാഡ്രോ, ഫിലിക്സ്, ക്രൈഫ്, സൈസ്കോ, ഇവൻറ്റ്സ് ഒക്കെ നോക്കാം. ഫുട്ബോൾ സെൻറ്റർ, വിൻ്റർ വണ്ടർ ഫുട്ബോൾ സെൻറ്ററിൽ കളിയാതെ വിൻ്റർ വണ്ടർ നോക്കാം നമുക്ക്. ഇതോടാകുന്നുണ്ട്. ഇൻട്രോ എന്തുവാണോ ബെല്ലിങ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഗേസ്. ഒന്നും മനസ്സിലായില്ല ബെല്ലിങ്. എന്നാ നമുക്ക് ഫ്രീ ആയിട്ടൊരു പ്ലെയറിനെ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം ഗേസ് ആരാണെന്ന്. ആനിമേഷനൊക്കെ പോളി ഗേസ്. ജർമ്മനി റൈറ്റ് ബാക്ക് ഇതാണ്. കൊബ്ലർ ഗേസ് 27 കൊബ്ലർ. കുഴപ്പമില്ല. ഇവനെ എപ്പോഴും കിട്ടുന്നതാണ് ഗേസ്. മഷർണോ, പിന്നെന്തോ ബോൾ, വിൻ്റർ വണ്ടർ ബോൾ സെപ്പറേറ്റ് ആയിട്ട് ബോളൊക്കെ ഗൈസ്. വലിയ രസമൊന്നുമില്ല, എന്നാലും സാരമില്ല. മെയിൻ ചാപ്റ്റർ വിൻ്റർ വണ്ടർ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. ഇതൊക്കെ എന്താണോ എന്തോ. കൊള്ളാമല്ലോ. ഒരു സ്നോമാൻ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ കളിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് എനിക്കെന്നെ അറിയത്തില്ല ഗൈസ്. ടോക്കൺസ് കിട്ടും, അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. റിവാർഡ് ചാപ്റ്റർ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. റിവാർഡ് ചാപ്റ്റർ
എന്താണ് ഈ മൈൽ സ്റ്റോൺ? ഇതൊക്കെ കുറേ നേരം ഇരുന്ന് കളിക്കുന്നത്. നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ഇടുന്നതായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിനൊക്കെ ടോക്കൺ വേണം ഗൈസ്. ഇതൊക്കെ തുറക്കണമെങ്കിൽ വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4, വീക്ക് 5 അവസാനം മൈൽ സ്റ്റോൺ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കിട്ടും. $5 million ഗൈസ്. ആദ്യത്തെ റിവാർഡ് 5 million. അപ്പോൾ നമ്മൾ മെയിനിലോട്ട് പോയിട്ട് ലോഡിങ് ഇഷ്യൂണ് ഗൈസ്. ലോഡാകാൻ കുറച്ച് താമസം. നമുക്കൊന്ന് ലോഡിങ് ഇഷ്യൂ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു കളി കളിക്കണം. ഒരു കളി കളിക്കാം. ലോഡാകാൻ നല്ല താമസമുണ്ട്. നെറ്റ് ഇഷ്യൂ ആണ് ഗൈസ്. ലോഡായി വരുന്നുണ്ട്. അങ്ങനെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. നമുക്ക് കളിക്കാം. ഇപ്പം നമ്മുടെ സ്റ്റാർട്ടിങ്ങിലും ഓൾറെഡി ഒരു ഗോളുണ്ട്. സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. കുറേ നാൾ കളിക്കാത്തതുകൊണ്ട് നമ്മൾ നോക്കട്ടെ ഗൈസ്. കുറച്ച് പാടാണ് ഗൈസ്, കുറേ നാളായിട്ട് കളിക്കാത്തതുകൊണ്ട്. പിന്നെ പൊട്ടന്മാരുണ്ട്. പിന്നെ നമുക്ക് നല്ല പ്ലേയേഴ്സിനോട് ഒന്നും ഇങ്ങനെ കളിച്ചാൽ ശരിയാകത്തില്ല ഗൈസ്. പിന്നെ അനങ്ങാൻ നിന്നായിരുന്നു നമ്മൾ കളിക്കും. അങ്ങനെ ഒരു അവസാനം ഗോൾ അടിച്ചിരിക്കുന്നു 21-ാം മിനിറ്റിൽ. ഇസ്കോയാണ് നമുക്ക് ഗോൾ അടിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ കളി വീണ്ടും തുടർന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അറ്റാക്കാണ് ഗൈസ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. നമ്മളുടെ അറ്റാക്ക് സുവാരസിന്റെ സീൻ ഗോൾ ഗൈസ്. ലൂയിസ് സുവാരസ് ഗൈസ്. സീൻ ഗോൾ, സീൻ ഹെഡർ സീൻ ഗോൾ ഗൈസ്.
സെലിബ്രേഷൻ സീനാണ് ഗൈസ്. വീണ്ടും കണ്ടുകൊണ്ടിരുന്നു ഗൈസ്. അത് ഞാൻ അറിയാതെ വേറൊരു ബട്ടൺ വന്നതാണ് ഗൈസ്. ക്രിസ്മസ് ട്രീ ആണ് ഗൈസ് അവിടെ കാണുന്നത്. ഗോൾ കീപ്പറിൻ്റെ റൈറ്റ് സൈഡിലൊക്കെ ക്രിസ്മസ് വാട്ട് ഷോട്ട്, നല്ലൊരു ഷോട്ടായിരുന്നു ഗൈസ്. കളി തീർന്നിരിക്കുകയാണ് ഗൈസ്. കളി നമ്മളങ്ങനെ വിൻ ചെയ്തിരിക്കുന്നു ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷം കളിച്ചൊരു കളി വിൻ ചെയ്തിരിക്കുന്നു. ഓൾറെഡി ഒരു ഗോൾ ഉണ്ടായിരുന്നു. വിന്റർ വണ്ടർ പാക്ക് ലോഡിങ് ഇഷ്യൂ ആണ്. അങ്ങനെ 100 ടോക്കൺ കിട്ടിയിരിക്കുകയാണ്. കിട്ടി. ട്രെയിനിങ് കളിക്കണം ഗൈസ്. ട്രെയിനിങ് ഇപ്പം നമുക്ക് ട്രെയിനിങ് കളിക്കാൻ ഗൈസ്. ഇച്ചിരി പാടാണ് ഗൈസ്. ഇവന് കൊടുക്കണം. ഇച്ചിരി പാടാണ് ഗൈസ്. മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. പാടാണ്. ഒരുപാട് ഫെയിലായിരിക്കുന്നു ഗൈസ്. അങ്ങനെ അത് ഫെയിലായിരിക്കുന്നു. അങ്ങനെ അതിന് ബാക്കിറങ്ങി നമ്മളിനി എല്ലാം ഡയമണ്ട് 1800 നമുക്കൊരു മേടിക്കാം. ഓരോ പ്ലേസിനെ മേടിക്കാൻ നോക്കുകയാണ്. ഓരോ ഇവൻ്റ് നോക്കുകയാണ്. പൈസക്കാണ് ഫീച്ചേർഡ് വന്നപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ 3000 മേടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. 3000 ഡയമണ്ട്സ് കൊടുത്തൊരു പ്ലെയറിനെ എടുക്കണം. അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ആരെ കിട്ടും, ആരെയായിരിക്കും കിട്ടുക ഗൈസ്? ആദ്യമേ തന്നെ ലോക്കൽ പ്ലേയേഴ്സിന് 2 കിട്ടി. പിന്നെ അവരുടെ ആനിമേഷനാണ് ഗൈസ്. പോർച്ചുഗൽ സെൻട്രൽ മെയ്ഡ് ദിയാഗോ സിൽവയാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. ധാരാളം ഗൈസ്, ധാരാളം. നമ്മളങ്ങനെ ട്രാൻസ്ഫർ മാർക്കറ്റ് വന്നിരിക്കുകയാണ്.
നമ്മുടെ പ്ലേയേഴ്സിന് വല്ലതും ആവശ്യമില്ലാത്ത പ്ലേയേഴ്സിന് വല്ല സെല്ല് ചെയ്യാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഈ മെസ്സിയും 93 മെസ്സിയും കോയിമിനും കിടപ്പുണ്ട്. കോയിമിന് 62 മില്യണാണ്. പർച്ചേസ് അറിയാതെ കൊടുത്ത് കോയിമിന് പക്ഷെ സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ 2 പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യാൻ എന്തുകൊണ്ട് സെല്ല് ചെയ്ത് വരുന്നില്ല. ഈ പ്ലേയേഴ്സ് അൺലോക്ക് ചെയ്തിട്ട് സെല്ല് ചെയ്യാം. പെട്ടെന്ന് സെല്ലാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മെസ്സിയും പെട്ടെന്ന് തന്നെ സെല്ലാകുമെന്നാണ് വിശ്വാസം. നോക്കട്ടെ. സബ്മിറ്റ് ആയിട്ടുണ്ട്. ഒരാൾ സെല്ലായി. 2 പേര് സെല്ലായി. എൻ്റെ മോനെ 2 പേര് സെല്ലായി. കോയിൻസ് 33 മില്യൺ ആയിരിക്കുകയാണ്. 33 മില്യൺ. ആയിരിക്കുകയാണ്. നമ്മൾ എക്സ്ചേഞ്ച് നോക്കാണ്. പക്ഷേ എക്സ്ചേഞ്ചിൽ നമുക്ക് സിസ്റ്റം 2 പേരുള്ളത് കാര്യമില്ല. ആണെങ്കിൽ 85+ ഉണ്ട്. 90+ 2 പേര് 3 പേര് വേണം. അപ്പോൾ എന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ കാണുന്നില്ല. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും.